എന്ത് പാടാവേ ഇത് രാവിലെ ചൂട് കപ്പയെന്ന് പറഞ്ഞില്ലായിരുന്നോ? കാറിക്കോയി. ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ ഇന്ന് കപ്പയും മീൻകറിയൊക്കെയാണ് ഇവർ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. കൈ പൊള്ളിയല്ലേ കാണിച്ച കുഞ്ഞ്? അത്രയും ചൂട് കപ്പയ്ക്കകത്തിട്ടായാലും കൈ ഇടുമോ? ചൂടാറട്ടെ, കൈ പൊള്ളും. നമ്മുടെ ഫോണിൽ നോക്കുന്നില്ല, അവിടെ വെച്ച്. അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. നല്ല അടിപൊളി കപ്പ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, രാവിലെ കണ്ടായിരുന്നല്ലോ കപ്പയും മീൻകറിയൊക്കെ ആയിരുന്നു. ആ കറി വൈകിട്ടത്തേനും കൂടെ അല്ല ഉച്ചക്കത്തേനും കൂടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കറിയൊന്നും വെക്കണമെന്നില്ല. പിന്നെ മീൻ വറുത്തുണ്ട് ഇവിടെ. പിന്നെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. പിന്നെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് മുട്ട തോരൻ വെച്ച്, മുട്ട തോരൻ വെച്ചു. അന്നേരം അടുത്ത് ഇന്ന് എന്നതാ വേറെ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് കുറേ ദിവസം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാനിവിടെ മുട്ട പൊരിക്കുമ്പോഴും മുട്ട പുഴുങ്ങുമ്പോഴും എല്ലാം മുട്ടത്തോട് ഞാൻ സൂക്ഷിച്ച് വെക്കും. എന്നതിലാന്ന് ചോദിച്ചാൽ, നമ്മുടെ മിക്സിയുടെയൊക്കെ ബ്ലേഡിൻ്റെയൊക്കെ ആ ഒരു മൂർച്ച കുറയുമ്പോഴത്തേക്ക് അതിനകത്തിട്ട് പൊടിച്ചെടുക്കാമെങ്കിൽ അതിന് നല്ല മൂർച്ച കിട്ടും. അപ്പം നമുക്ക് മുട്ടത്തോട് കൊണ്ട് അത് മാത്രമല്ല പ്രയോജനം കിട്ടും. ആ മുട്ടത്തോട് പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇടാനായിട്ട് ഏറ്റവും നല്ല വളമാണ്. ഞാൻ അതിനും കൂടെ വേണ്ടിയാണ് ഇപ്പോൾ അത് പൊടിച്ചെടുക്കുന്നത്. ഞാനത് മുട്ടത്തോടൊക്കെ കൂട്ടി വെച്ചേക്കുന്ന എടുക്കാൻ പിന്നെ പൊടിച്ചത്. പിന്നെ അതില്ലാതെ ഒരു ടിപ്സും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്. ശരിയാവോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ശരിയായാൽ നമുക്കത് ശരിയായെന്നുള്ളത് വരാം, ശരിയായില്ലെങ്കിൽ ശരിയായില്ലെന്നുള്ളത് നമുക്ക് ഉള്ള സത്യമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പം അതും കൂടെ കാണിക്കാനായിട്ടാണ്. അപ്പം അങ്ങനെ 2 ടിപ്സാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിൽ ആദ്യത്തേത് എനിക്കറിയാം, അനുഭവമുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്കത് നല്ല 100% ഉറപ്പുള്ള കാര്യമാണ്. രണ്ടാമത്തെ എനിക്കൊരു അനുഭവം ഇല്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുട്ടത്തോടൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കാണിച്ചിരവേ. ഇവിടെ വെട്ടമെന്ന് പറയാനായിട്ട് കതക് ഞാൻ ചാരിയിട്ടൊക്കെ ഭയങ്കര വെട്ടമാണ്. അതുകൊണ്ട് ഞാൻ കതക് ചാരിട്ടേക്കുന്നുണ്ട്. രണ്ട് ക്ലാരിറ്റി കുറവുണ്ടോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താടാ ആണോ, ഞാനിപ്പോൾ വീഡിയോ എടുത്താലും വരും എൻ്റെ പുറകെ. അപ്പം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വെക്കാമെന്ന് വെച്ചാൽ അവനെ കൊണ്ട് പറഞ്ഞ് കൈ കൊള്ളും കണ്ടോ, അതിനകത്ത് അങ്ങോട്ട് പോയി കൈയിട്ട്. അപ്പം ഷോർട്ട് വീഡിയോ എടുക്കുന്ന കാര്യം ചോദിച്ചാൽ മാത്രം അവന് സമയമില്ല കേട്ടോ, അല്ലാതെ അവന് എല്ലാ കാര്യത്തിനും സമയമുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ എടുക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഒറ്റയ്ക്കൊക്കെ എടുത്ത് ബോർ അടിച്ച് എന്നും ഒരേ ഡൈനിങ് ടേബിൾ, ഒരേ കസേര, ഒരേ സ്റ്റെയർ എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കത്തില്ല. അപ്പം സ്ഥലം മാറ്റി ഇന്ന് എടുക്കണം. നീ വന്നിരിക്കും. ഇവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഇവനെ ഇച്ചിരി കൂടുതൽ, ഇവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇവൻ എന്നെ എന്താ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. ഇത് കണ്ടോ, മുട്ടത്തോടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. വേണ്ട എട്ടുകാലിയൊക്കെ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ഇടും. നല്ല ചൂടാണ്. ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയത് കേട്ടോ. ഇനി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം കുറേശ്ശെ. ഇങ്ങനെ ഇടായിരിക്കും, പൊടിഞ്ഞ് കിട്ടുമായിരിക്കും. കൈ വെച്ച് ചിലപ്പോൾ നമ്മൾ പൊടിക്കുമ്പോഴേ ഇത് മുട്ടത്തോട് നല്ലോണം ഉണങ്ങിയ മുട്ടത്തോടാണേ, കയ്യിലോട്ട് കൊണ്ട് കയറും. കുറേ ദിവസങ്ങളായിക്കൊണ്ട് എനിക്കിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സിയിലോട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതുണ്ട്, ആദ്യം ഇട്ടത് അത്രയും ഒന്ന് പൊടിഞ്ഞ് ബാക്കിയും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉള്ളു പൊടിക്കുമ്പോഴത്തേക്ക് കേട്ടോ. മുട്ടത്തോട് നമ്മൾ നോക്കുകയോ നിറച്ചു കൊണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇച്ചിരി ഉള്ളു പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് മുഴുവനും ഒന്ന് പൊടിച്ചെടുക്കട്ടെ നല്ലപോലെ. ഇതുണ്ടോ, നല്ലപോലെ പൊടിഞ്ഞ് കിട്ടി കേട്ടോ. ഇതുണ്ടോ. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് ചെടിക്കിടാം. ആ കൂടെ ബ്ലേഡും നല്ലപോലെ മൂർച്ചയാകുകയും ചെയ്യും കേട്ടോ. ഇത് സത്യമാണ് ഈ പറയുന്നത്. മുട്ടത്തോട് കാണുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അത്രയും മുട്ടത്തോട് പൊടിച്ചിട്ട് ഇത്രയും വേണം കിട്ടിയത് കേട്ടോ. ഇതിന് ഇങ്ങനെ തന്നെ അങ്ങ് ചെടിക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ട് ഇത് റോസയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. റോസയ്ക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ.
കരിയാപ്പിനും നല്ലതാണ്. ഒരുത്തൻ കയറിയിരുന്ന് ഗെയിം കളിക്കുന്ന കണ്ട, അടുക്കളയിൽ മൂലയ്ക്ക് വന്നിരുന്ന് കണ്ടോ. അവിടെ അമ്മ സാധനം വെച്ച്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നിട്ടേക്കുവാണേ. ഇതിപ്പോൾ ഫ്രീസറിൻ്റെ ഡോറാണ്. ഇത് കണ്ടോ, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് കണ്ടോ കരിമ്പം പോലെയുണ്ട്. നമ്മൾ എത്ര കഴുകി തുടച്ചാലും ഇത് പോകുകയില്ല. അപ്പം ഇത് പോകാനുള്ള ഇതാണെന്നാണ് അവർ കാണിച്ചേക്കുന്നത്. പക്ഷെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, പോകുമോ ഇല്ലെന്ന് നോക്കാം. ഇതിനകത്തോട്ട് ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ ഉപ്പ്. ഞാനൊരു കുഞ്ഞ് സ്പൂണിലാണ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ ഇത് ശരിയാണോ ഇല്ലെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് 1 സ്പൂൺ ഉപ്പ്. പിന്നെ ബേക്കിംഗ് സോഡ, അതും 1 സ്പൂണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിലിമ്പിപ്പുളിയുടെ ലിക്വിഡ് ഉണ്ടാക്കിയ പോലെ നമുക്കിനി വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയും വെച്ചുണ്ടാക്കുന്നത്. പിന്നെ 1 സ്പൂൺ നാരങ്ങ നീര്, പിന്നെ ഷാമ്പു. ഇത് ഞാനൊരു ചെറിയ കവറായിട്ടങ്ങ് മേടിച്ചത് കേട്ടോ. വീട്ടിലെ ഷാമ്പു ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ വിനാഗിരി, ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. നല്ലപോലെ പതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പുരട്ടി നോക്കാവേ. ചെറിയൊരു നമ്മുടെ ടൂത്ത് ബ്രഷ് ഇല്ലേ, അതുകൊണ്ട് പുരട്ടി കൊടുക്കണം. നമ്മൾ നനഞ്ഞ് തുണി കൊണ്ട് തുടച്ചാലും ഒന്നും ഇത് പോകത്തില്ല കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇരുന്നേച്ച് വേണം ബ്രഷ് കൊണ്ട് നല്ലപോലെ ചിരണ്ടി കളയാനായിട്ട്. എനിക്കൊന്ന് പോകും തോന്നും കേട്ടോ. അത് പുരട്ടിയതേ നല്ല വ്യത്യാസം വരാൻ തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് ആയി കേട്ടോ, ഞാനിത് പുരട്ടിയിട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഉരച്ച് നോക്കാം. പോകുന്നുണ്ട് കേട്ടോ, നല്ലപോലെ പോകുന്നുണ്ട് കേട്ടോ. വേണ്ട ഇളകി പോകുന്നുണ്ട്. അയ്യോ, ഞാൻ തുടച്ച് സത്യം പറയാനുണ്ടല്ലോ, ഒരുപാട് ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പോയി കിട്ടാണ്ട്. കാര്യം നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോഴേ ആരെങ്കിലൊക്കെ ഒന്ന് തുറക്കും. നമ്മൾക്ക് പിന്നെ അറിയാം അത് പോകത്തില്ലെന്നറിയാം. ആരെങ്കിലുമൊക്കെ ഒന്ന് തുറക്കുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ ഇതുപോലെ അഴുക്ക് കിടക്കുമ്പോഴത്തേക്ക് ഇതുണ്ട്, അതിനകത്ത് അഴുക്ക് ഇളകി വരുന്നുണ്ടാകും കരിമ്പന്. ഇത് കണ്ടോ, ശരിക്കും പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇനി ബ്രഷ് ഒന്ന് കഴുകിയിട്ട് കേട്ടോ. ബ്രഷിനകത്ത് അഴുക്ക് കണ്ടോ. വീണ്ടും വീണ്ടും വെള്ളം തൊട്ട് ഉരയ്ക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഇളകി വരുന്നുണ്ട്. ഇത് കണ്ടോ,
ബ്രഷ് ഇപ്പം കഴുകിയതാണ്. ഒന്നും കൂടെ കഴുകിക്കൊണ്ട് വരട്ടെ. പിന്നീട് ഇത് കണ്ടോ, ഫ്രിഡ്ജിൻ്റെ ഡോറ് വെളുത്തുണ്ടോ? ഇവിടെ ഭയങ്കരമായിട്ടും കറുത്തിരിക്കുമായിരുന്നു. ഇത് കണ്ടോ, ഇത് കണ്ടോ, ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങിയ തുണി കൊണ്ട് കൂടെ തുടച്ച് വിട്ടു കേട്ടോ. നല്ലപോലെ വെളുത്തേ. ആ ഒരു കറുപ്പെല്ലാം പോയി നല്ലതായിട്ട്. അപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളായിരുന്നു കേട്ടോ. ഇത് ശരിയാവോ ഇല്ലെന്ന് അറിയാൻ മേല, നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നല്ല പോലെ വെളുത്ത് കേട്ടോ. നിങ്ങൾക്കും ഇത് ഉപയോഗിച്ച് നോക്കാം. നല്ല വൃത്തിയായിട്ടുണ്ട്. ആ കറുപ്പ് ശരിക്കും പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ കറുപ്പ് ഇരുന്ന് വെച്ചാൽ ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടും അതായിട്ടിരിക്കും. നമുക്ക് തുറക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് റബ്ബറൊക്കെ അങ്ങ് പോകും, കരിമ്പൻ ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇത് അത് ഞാൻ പറയാം, എനിക്കറിയത്തില്ല, ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ചെയ്ത് ശരിയാവോ ഇല്ലയോ എന്നറിയാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പം ഞാൻ ചെയ്തു, എനിക്ക് കുഴപ്പമില്ലാട്ടോ, നല്ല വൃത്തിയായി. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് കറക്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു, സത്യം. കാര്യം എന്നാന്ന് വെച്ചാൽ ആ ഡോറിൽ ഞാൻ എൻ്റെ മാക്സിമം പണി പടന്നിട്ടുള്ളതാണ്. കാര്യം വിമ്മിൻ്റെ ലിക്വിഡ് ഇട്ട് ഒഴിച്ച് ഞാൻ ഉരച്ച് കഴുകി നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് ലാസ്റ്റ് ഞാൻ ഉപേക്ഷിച്ചതായിരുന്നു കേട്ടോ, ഇങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളതിൽ. കാര്യം നമുക്ക് താഴത്തെ ഡോറിലും ഉണ്ട് അതുപോലെ തന്നെ. അപ്പോൾ അതിനും കൂടെ ഉള്ള ലിക്വിഡ് ഇപ്പോൾ എടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രീസറിൻ്റെയാണ് ഞാൻ ആദ്യം റെഡിയാക്കി നോക്കിയത്. കാര്യം ശരിയാവോ ഇല്ലയോ എന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഫോൺ വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിനോടാണ് മേളത്തെ ഡോറിൻ്റെ അവിടെ ക്ലീൻ ചെയ്തത്. പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല, എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യം. അതുപോലെ വൃത്തിയായി. ഞാൻ അച്ഛനോടും ചോദിച്ചെടി നോക്കി, എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ സംശയം പോലെ. അവൾ പറഞ്ഞില്ലമ്മേ നല്ലപോലെ വൃത്തിയായി, അഴുക്ക് ശരിക്കും പോയെന്നാണ്. അപ്പം നിങ്ങൾക്കും അത് ഉപയോഗിക്കാൻ കേട്ടോ. ഒത്തിരി പേർക്കുണ്ട്. നമ്മുടെ അത് ആരുടെയും വൃത്തിയിലായ്മ കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല കേട്ടത്. കുറേ നാൾ നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ റബ്ബറയിൽ കരിമ്പം പോലെ വരും. അത് സ്വാഭാവികമാണ്, അല്ലാതെ ആരും സൂക്ഷിക്കാത്തതിന് കുഴപ്പം. ഞാൻ ഫ്രിഡ്ജാണ് മിക്കപ്പോഴും തുടച്ച് വൃത്തിയാക്കുന്നതാണ്. ഒരിച്ചിരി അഴുക്ക് വരുമ്പോഴെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ എന്നാലും ഈ ഡോറിൻ്റെ അവിടുത്തെ എന്നിട്ടും വലുതായിട്ടില്ല. താഴത്തെ ഡോറെ അത്രയും അങ്ങോട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും തുടച്ച് നിൽക്കുന്നതുകൊണ്ട്. മേളത്തെ ഡോറൊക്കെ നമ്മൾ വലുതായിട്ട് തുറക്കുന്നില്ലല്ലോ. ഫ്രീസറിൽ എന്നേലും ഒന്ന് വെക്കാൻ വേണ്ടി തുറക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ അത് ക്ലീൻ ആവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ലപോലെ ക്ലീനായി. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ മിക്കവരുടെയും വീട്ടിലെ പ്രശ്നങ്ങളാണ്, വീട്ടമ്മമാരുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഫ്രിഡ്ജിലെ ഡോർ വരുമ്പോൾ പോകാതിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കൊച്ചു വീഡിയോ ആണ്. കാര്യം ഒത്തിരി ലോങ് വീഡിയോ എടുക്കാണ്ടുള്ള ഇന്ന് പ്രത്യേകിച്ച് അടുക്കളയിലും വലിയ പാചകമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇന്ന് ഈ കുക്കിംഗ് ഒക്കെ ബോറടിച്ച് തുടങ്ങിയില്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൊണ്ടൊക്കെ വരാമെന്ന് ഓർത്ത്. അപ്പം എല്ലാ വീട്ടമ്മമാർക്കും പ്രയോജനപ്പെടുന്ന ടിപ്സാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് അഭിപ്രായം കൂടെ പറയണം കേട്ടോ. ചെയ്തിട്ട് അഭിപ്രായം കൂടെ പറയണം, പറയാതിരിക്കല്ലേ. ചെയ്തിട്ട് പ്രയോജനപ്പെട്ടെങ്കിൽ പ്രയോജനപ്പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ കാര്യം. പക്ഷെ ഞാനിത് എനിക്ക് പ്രയോജനപ്പെട്ടു. ഞാനിത് കറക്റ്റായിട്ടാണ് കാണിച്ചേക്കുന്നത്. കാര്യം ഒന്നും അതിനകത്ത് മായം ചേർത്തിട്ടില്ല. ഡയറക്റ്റായിട്ട് എന്നത് എടുത്തതും അത് ചെയ്തതും എല്ലാം നിങ്ങളെ ഇതിനകത്തോട് കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ശ്രമിച്ച് 5 മിനിറ്റ് അത് വെക്കണം കേട്ടോ. വെച്ചാലേ നമുക്കതിന് പ്രയോജനമുള്ളൂ. അത് ഒന്ന് കുതിർന്ന് ഇളകി വരത്തുള്ളൂ. 5 മിനിറ്റ് അതേ വെക്കണം. ആദ്യമേ ഞാൻ വരച്ചപ്പോൾ ഒരു ചെറുതായിട്ട് വന്നതേ ഉള്ളൂ, ഫുള്ള് പോയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ശരിയാവുമോ അതോ ഇനി ഇത് ഇങ്ങനെ ആ ഇച്ചിരി ഉള്ളതൊക്കെ അങ്ങ് പോത്തേ ഉള്ളൂ, അതോ ബാക്കിയുള്ളത് അവിടെ ഇരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് അത് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ കറക്റ്റായി, നല്ലപോലെ പോയി. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ എനിക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനും എത്തിക്കാം കേട്ടോ.
പിന്നെ അത് ചെയ്ത് പ്രയോജനപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ മുന്നിലേക്ക് തന്നെ എത്തിക്കാറുള്ളൂ.